തിങ്കളാഴ്ച ഒരു അവിശ്വാസ പ്രമേയം ഒരിടത്തും ചർച്ചയ്ക്ക് വരാൻ പോകുന്നില്ല. തിങ്കളാഴ്ച വളരെ ഭംഗിയായിട്ട് ഉച്ചയ്ക്ക് 2:30 മണിക്ക് കൗൺസിൽ ചേരും. കൗൺസിൽ നേരത്തെ നിശ്ചയിച്ചു കൊടുത്ത നിരവധി അജണ്ടകളുണ്ട്. അജണ്ടകളൊക്കെ ചർച്ച ചെയ്ത് ഭംഗിയായിട്ട് പിരിയും. ചൊവ്വാഴ്ച രാവിലെ സൂര്യൻ 2030 ഡിസംബറിലെ കാവിലെ പാട്ട് മത്സരത്തിന് നമുക്ക് കാണാം. അത് ഇനി മറ്റൊരു ആശങ്ക കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം പതിറ്റാണ്ടുകളായി ഈ കോർപ്പറേഷൻ ഉടമസ്ഥയുള്ള കടകളൊക്കെ കൈവശം വെച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരിൽ ചിലർക്ക് ഒഴിയേണ്ടി വരും. കാര്യം തുച്ഛമായ വാടകയ്ക്കൊക്കെ ഇനി കടകളൊക്കെ കൈവശം വെച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം ലക്ഷക്കണക്കിന് രൂപ ഓരോ വർഷവും പിരിഞ്ഞു കിട്ടുന്ന ഒരു ഓഡിറ്റോറിയം ഉണ്ട് അമ്പലത്തറ ഭാഗത്ത്, AC ഓഡിറ്റോറിയം. ആ ഓഡിറ്റോറിയം വർഷങ്ങൾക്ക് എനിക്ക് തോന്നുന്നു 10 വർഷത്തേക്ക് കരാർ കൊടുത്തിരിക്കുകയാണ്. അതൊക്കെ നിസ്സാരത്ത് വയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അവിടെ പരിശോധന നടത്തിയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചില തടസ്സപ്പെടലുകൾ ഉണ്ടാകുമെന്നൊരു ആശങ്ക പലർക്കും. ആ ആശങ്കകളാണ് ഇതൊക്കെ പ്രതിഫലിക്കുന്നത്. എന്തായാലും തൽക്കാലം 2030 ഡിസംബറിലെ കാവിലെ പാട്ട് മത്സരത്തിന് നമുക്ക് കാണാം. അതുവരെ ജനങ്ങൾ തന്ന വിധി അംഗീകരിക്കുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പരിഹാസപാത്രമായിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഭരണത്തിൽ കയറാം, ഇപ്പൊ രാജേഷിനെ പിടിച്ചങ്ങ് താഴെ ഇറക്കിയിട്ട് നമുക്ക് ആ കസേരി കയറി അങ്ങ് ഇരിക്കാമെന്നുള്ള LDF UDF മോഹത്തിന് എല്ലാ രീതിയിലുമുള്ള തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന രാജേഷ് ഇത്രയധികം പ്രശ്നങ്ങൾ ഈ പറയുന്ന കോൺഗ്രസും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ട് ഒരു കുലുക്കവും ഇല്ലാതെ ഇത്രയ്ക്കും തൻ്റെ ഇടത്തോടു കൂടി ഇനി അടുത്ത കാവിലെ പാട്ട് മത്സരത്തിന് കാണാമെന്നുള്ള തരത്തിലൊക്കെ ഇതുപോലെ ഡയലോഗ് ഇറങ്ങണമെങ്കിൽ അങ്ങേരക്ക് 100 അല്ല 101% അങ്ങേർക്ക് ഉറപ്പുണ്ട്. ഈ ഭരണത്തെ താഴെ ഇറക്കാനോ താഴെ വീഴ്ത്താനോ അട്ടിമറിക്കാനോ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ നിലവിൽ തിരുവനന്തപുരത്ത് സാധിക്കത്തില്ല എന്നുള്ളത് അത് അടിവരയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണെന്ന് അയാൾക്ക് തന്നെ നല്ല ഉറപ്പുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങനെ പറഞ്ഞ ഒരു കാര്യമാണ്, നിലവിൽ പല രീതിയിൽ ഉരുപൊട്ടിയിരിക്കുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ VV രാജേഷ് തന്നെ പല രീതിയിൽ പല പൊട്ടിക്കലും പല ഇടിച്ചു പൊളിക്കലും പല നിരപ്പാക്കലും ഒക്കെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചുറ്റുപാട് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഈ പറയുന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് പറയുന്നത് അവരുടെ വരുമാന മാർഗം നിലപ്പിക്കുന്ന തരത്തിലോട്ട് VV രാജേഷ് കാര്യങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ ആർക്കായാലും സഹിക്കാൻ പറ്റുമോ? അതിന് ഒത്തു നിന്ന് കൊടുക്കുന്ന ഒരു UDF എന്ന് പറയേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ സുഗതന്റെ കാര്യത്തിലും ഈ പറയുന്ന LDF UDF നാടകം പൊളിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതായത് സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് തടസ്സമില്ല എന്നുള്ള തരത്തിലാണ് കേൾക്കുന്നതെന്ന് പറയുന്നത്. അതായത് സത്യപ്രതിജ്ഞ ബാക്കിയുള്ളവരെല്ലാവരും ചെയ്ത് ഇനി സുഗതന്റെ കാര്യം മാത്രമേ ഉള്ളൂ. അതായത് സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ തടസ്സമില്ല. മേയർക്ക് നേരെ ജയിലിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്യിക്കാം. അതായത് മേയർക്ക് തന്നെ നേരെ ജയിലിൽ പോയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കാം. കാരണം സുഗതൻ ഒരു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ഇതുവരെയും ശിക്ഷിച്ചിട്ടില്ല. കരുതൽ അറസ്റ്റ് മാത്രമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നുള്ള തരത്തിലാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിലും തീരുമാനമായിരിക്കുന്നു. അതായത് സത്യപ്രതിജ്ഞ ചെയ്ത് BJPയുടെ 50 കൗൺസിലർമാരും കോർപ്പറേഷനിൽ ഉണ്ടാകും എന്നുള്ളതും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ എന്തായാലും അടുത്തത് സുഗതന് ജാമ്യം കിട്ടി പുറത്തു വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയും കൂടി കഴിഞ്ഞാൽ, അതായത് കോടതിയിലെ തീരുമാനമാണല്ലോ എന്തായാലും, അപ്പോൾ കോടതി തീരുമാനവും കൂടി ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും പണി കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഇവർ ഇപ്പോൾ ഈ നടത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കഷ്ടപ്പെട്ട് കുഴി തോണ്ടി വീഴ്ത്താൻ വേണ്ടിയിട്ട് നോക്കിയ പലതും നിഷ്പ്രഭമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വാസ്തവമാണ്. അല്ലെങ്കിൽ തന്നെയും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ കാണിച്ചു കൂട്ടിയതൊക്കെ തന്നെയും ഒരു പൊറാട്ട് നാടകമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം എന്ന് പറയുന്നത് കാണുന്ന ജനങ്ങൾ വെറും പൊട്ടന്മാരാണ് എന്നുള്ളത് ചിന്തിക്കരുത്. അത് ഏത് പാർട്ടി ആയിരുന്നാലും, അത് സംഖ്യ ആയിരുന്നാലും കൊങ്ങി ആയിരുന്നാലും കമ്മി ആയിരുന്നാലും, കാരണം കാണിച്ചു കൂട്ടുന്നതൊക്കെ തന്നെ ജനങ്ങൾ കാണുന്നുണ്ട്. ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യമാവുന്നുണ്ട് എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ കൂടി ഈ BJP താഴെ ഇറക്കാനായിട്ട് ഈ പാർട്ടിക്കാർ മാത്രമല്ല മാപ്രകൾ ഉൾപ്പെടെയാണ് കഷ്ടപ്പെട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. കാരണം അവറ്റകൾക്കും തൊള്ളയടക്കാൻ വയ്യ. ഈ ഒരു തരത്തിൽ എങ്ങനെയും രാജേഷിന്റെ ഭരണം ഇല്ലാതാക്കണം, എങ്ങനെയും BJP കോർപ്പറേഷനിൽ നിന്ന് താഴെ ഇറക്കണം എന്നുള്ള കാര്യത്തിൽ നടക്കാത്ത വെറും വ്യാമോഹം അല്ലെങ്കിൽ വെറും സ്വപ്നമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഇതിന്റെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയാൽ വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇവർ അവിശ്വാസ പ്രമേയത്തിന്റെ കാര്യം പോലും ഞാൻ ഇന്നലെ പറഞ്ഞ കണക്ക് അവർക്കത് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കത്തില്ല. സുഗതന്റെ കാര്യത്തിൽ പോലും സത്യപ്രതിജ്ഞയുടെ കാര്യം സുഗതൻ അത് ചെയ്യാൻ പറ്റും. സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മറുകണ്ഠം ചാടിക്കാനായിട്ട് നോക്കിയ അതും നടന്നില്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്തായാലും BJPക്കൊപ്പം തന്നെയാണ് എന്നുള്ളത് തുറന്നടിച്ച് പറഞ്ഞു. അപ്പൊ എല്ലാ രീതിയിലും ഇടതുപക്ഷ പയറ്റി നോക്കിയ എല്ലാ കാര്യങ്ങളും വെള്ളത്തിലാവുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. കൂട്ടത്തിൽ UDFന്റെ അവിശ്വാസ പ്രമേയവും കാറ്റിൽ പറത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. എന്ത് ചെയ്യാനെന്ന് പറയാം. ഇതിപ്പോ സംഘികൾക്ക് പണിയെടുക്കാതെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കുറച്ചുകൂടി ജനങ്ങൾക്കിടയിൽ ഒരു തരംഗം ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ LDF UDF എത്തിച്ചു കൊടുത്തു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. കാരണം പ്രതിപക്ഷമാക്കി ജനങ്ങൾ മാറ്റിയ പാർട്ടികൾ ആ ഒരു ഉത്തരവാദിത്വത്തോടു കൂടി ആ ജോലി നിറവേറ്റുകയാണ് വേണ്ടത്. അല്ലാതെ ഭരണത്തിലിരിക്കുന്നവരെ പിടിച്ച് താഴെ ഇറക്കിയിട്ട് ആ കസേരയിൽ ഇരിക്കാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങൾ അതിനുള്ള ചുട്ട മറുപടി തരുമെന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. എന്തായാലും വാരിക്കുഴി കുഴിച്ച് അതിനുള്ളിൽ വീഴ്ത്താൻ നോക്കിയ BJPയെയും രാജേഷിനെയും ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് ഇപ്പോൾ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും 100% വ്യക്തമായി. എന്തായാലും അവരുടെ വേവലാതിക്ക് ഇനിയും ഒരു അന്ത്യം ഉണ്ടാവത്തില്ല. കാരണം ഇനിയുള്ള 5 കൊല്ലവും ഇങ്ങേര് നിലവിലത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ഇഷ്യൂ കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഇടതുപക്ഷവും വലതുപക്ഷവും ഉണ്ടാക്കിയ സ്ഥിതിക്ക് കംപ്ലീറ്റ്ലി ഒരു തൂത്തുവാരൽ തിരുവനന്തപുരം കോർപ്പറേഷന് ചുറ്റും ഉണ്ടാവുമെന്ന കാര്യം 100% ഉറപ്പാണ്. അത് ഉറപ്പിച്ചിട്ട് തന്നെയാണ് അങ്ങനെ പച്ചയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്ന് പറയുന്നതെന്ന് പറയുന്നത്. ബാക്കി എന്താണ് നടക്കുന്നതെന്നുള്ളത് കണ്ടു തന്നെ അറിയണം.